ഇന്ത്യയിലെ തന്നെ ആരും ചെയ്യാത്തൊരു കിടിലൻ കമ്പാരിസൺ ആയിട്ടാണ് നമ്മളിന്ന് വന്നതാണ്. ഏറ്റവും പുതിയ നമ്മുടെ ഹോണ്ട അമേസ് 2025 ഹോണ്ട അമേസും 2024 സെക്കൻഡ് ജനറേഷൻ ഹോണ്ട അമേസും എന്തൊക്കെ മെയിൻ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഈ രണ്ട് വണ്ടിയും ഫ്രണ്ടിൽ കിടക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന തേർഡ് ജനറേഷൻ ഫ്രണ്ടിലത്തെ ഒരു ഗ്രില്ല് തന്നെ നോക്കിയേ. സെക്കൻഡ് ജനറേഷന്റെ ആ ഗ്രില്ലൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് വന്നതാണ്. ഹെഡ് ലാമ്പ് യൂണിറ്റ് ഒക്കെ ഐസ് ക്യൂബ് പോലെ LED ആക്കിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ തന്നെ DRലും ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ ഇൻഡിക്കേറ്റർ ഒക്കെ റൈറ്റ് സൈഡിലേക്ക് സേഫ് ആക്കി വെച്ചേക്കാട്ടാ. അതുപോലെ തേർഡ് ജനറേഷൻ ആയപ്പോൾ ഒരു ബോക്സി ഫീൽ ആയിട്ട് ഹണികോം ഗ്രില്ലായിട്ടാണ് വന്നേക്കുന്നത്. സെക്കൻഡ് ജനറേഷനിൽ ഫ്രണ്ട് ഒക്കെ ഒരു ക്രോം ഫിനിഷ് ഗ്രില്ലാണ് വന്നേക്കുന്നത്. പിന്നെ തേർഡ് ജനറേഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, വാഹനം സെഡാൻ ആണെങ്കിലും ചെറിയൊരു SUV കട്ടൊക്കെ വരുന്നുണ്ടല്ലേ. താഴത്തെ എയർ ഡാം യൂണിറ്റ് നോക്കി രണ്ടും ടോട്ടലി ഡിഫറെന്റില്. പിന്നെ ഫോഗ് ലാമ്പ് യൂണിറ്റ് മാത്രമാണ് കുറച്ചൊക്കെ ഏകദേശം സെയിം ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നണേ. ഏറ്റവും പുതിയ വന്നുള്ള അമേസിൽ 3 വേരിയന്റുകളുള്ളൂ. VX ZX എന്ന് പറഞ്ഞുള്ള 3 വേരിയന്റുകൾ. അതിൽ ZX എന്ന് പറഞ്ഞ ടോപ്പ് വേരിയന്റ് ആണ്. സെൻട്രൽ ഗ്ലാസിന്റെ സെന്റർ ഭാഗത്ത് അഡാസിന്റെ സെൻസറുകളും റഡാറുകളും ഒക്കെ ഉണ്ട് കേട്ടോ. പഴയ വാഹനത്തിലൊന്നും അഡാസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ബോണറ്റിന്റെ ഷേപ്പ് ഒക്കെ ഏകദേശം സെയിം. പക്ഷെ ഈ ഒരു കട്ടിങ്സ് കണ്ട, ഇത് നമ്മുടെ ഞാൻ കാണിച്ചാൽ ഈ ഒരു കട്ടിങ്സ് ഇത് പുതിയ വാഹനത്തിലേക്ക് വരുമ്പോൾ നോക്കിക്കോ, ആ ക്രോം ഗ്രില്ലും കണ്ട ആ ഒരു ബോണറ്റിന്റെ ഒരു ഭാഗമൊക്കെ ടോട്ടലി കുറച്ചും കൂടെ മാറിയിട്ടുണ്ട്. വിൻഷീൽഡ് നോക്കുകയാണെങ്കിൽ വിൻഷീൽഡിന്റെ സെന്റർ ഭാഗത്തായിട്ടാണ് അഡാസിന്റെ റഡാർ വന്നേക്കുന്നത്. ഈ ഒരു ഭാഗത്തില്ല കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വിൻഷീൽഡിന് കൊടുത്തിട്ടില്ല. സൈഡ് മിററും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നില്ല. പക്ഷെ ഒരു പുതിയ ആള് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏറ്റവും പുതിയ വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള മിററിൽ അതിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അലവീലിനായാലും ഒരു സ്പോക്സ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഡുവൽ ടോൺ അലവീൽസ് ആണ് വന്നത്. നമ്മുടെ സെക്കൻഡ് ജനറേഷന്റെ അലവീൽസ് കണ്ട സ്പോക്സിന്റെ എണ്ണം കുറവാണ്, പക്ഷെ ഏകദേശം സെയിം ആണെങ്കിലും ഡിഫറെന്റ് ഉണ്ട് കേട്ടോ. ഒരു 15 ഇഞ്ചിന്റെ അലവീൽസ് ആണ് ഫ്രണ്ട്. നമുക്ക് ഡിസ്ക് ആട്ടോ രണ്ട് വാഹനത്തിനും കാണാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് ഫ്രണ്ടിന്റെ രണ്ട് ലുക്കും? ഈ ഒരു കമ്പാരിസൺ ഈ ഒരു ആംഗിളിൽ വെച്ച് നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ഇല്ലേ. പുതിയ വാഹനത്തിന് ബോക്സി ഷേപ്പ് ആട്ടോ. പിന്നെ സെക്കൻഡ് ജനറേഷന്റെ സൈഡ് വശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡോർ ഹാൻഡിലും ക്രോം ആവരണുണ്ട്. അത് നമ്മുടെ പുതിയ ജനറേഷൻ അങ്ങനെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്, അതും പുതിയ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലത്തെ മിറർ കണ്ട, ഈ മിററിന്റെ താഴെ ക്യാമറ ഇല്ലേ പഴയ വാഹനത്തിന്. പുതിയ വാഹനത്തിന് ഞാൻ കാണിച്ചു തരാട്ടാ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ക്യാമറ യൂണിറ്റ് ഈ മിററിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് ലൈൻ വാച്ച് അസിസ്റ്റ് ക്യാമറ ആട്ടോ. അതായത് അഡാസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്യാമറ ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാലും ഈ ക്യാമറ വർക്ക് ചെയ്യും. ഇനി ഫേസ് ലിഫ്റ്റ് ആണല്ലോ, ഫ്രണ്ടും ബാക്കും ഫേസ് ലിഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബാക്ക് നോക്കാം. ഇതാണ് സെക്കൻഡ് ജനറേഷൻ, ഇതാണ് ഏറ്റവും പുതിയ തേർഡ് ജനറേഷൻ. പുതിയ വാഹനത്തിൽ ഹോണ്ട സിറ്റിയുടെ സെയിം ഒരു സാമ്യമുള്ള ബാക്ക് ഫേസ് ആണ് വന്നേക്കുന്നത്. ബാക്കിലത്തെ ആ ഒരു ടോട്ടലി ചേഞ്ച് ആയി എന്ന് തന്നെ പറയാട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് ആണ്. 416 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് പുതിയ വാഹനത്തിലും പഴയ വാഹനത്തിലും എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ബൂട്ട് തുറന്നു കാണിച്ചു തരാട്ടോ. രണ്ട് വാഹനത്തിലും ഈ ബൂട്ട് തുറക്കുമ്പോൾ ഉള്ളിലൊക്കെ ഇൻസുലേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പക്കയായിട്ടാണ് പണ്ട് മുതലേ ചെയ്തേക്കുന്നത്. അപ്പൊ സേഫിന്റെ കാര്യത്തിലായിക്കോട്ടെ, സ്ട്രോങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ, കൺവീനിയൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ, പണ്ടും ഇന്നും സെയിം തന്നെയാട്ടോ ഹോണ്ട മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള മറ്റു പല വാഹനങ്ങളുടെ ഈ ബൂട്ട് തുറക്കുമ്പോൾ ഉള്ളിൽ ഇൻസുലേഷനോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. 2025 ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിൽ ഒരു പുതിയ കളറും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ബ്ലൂ കളർ. ഇനി 2 ഗിയർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. 5 സ്പീഡ് മാനുവൽ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് CVT ഗിയർ ബോക്സും ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുണ്ട് 2 ടെയിൽ ലാമ്പ് യൂണിറ്റുകൾ രണ്ട് വാഹനത്തിന്റെ. നിങ്ങൾക്ക് ഏത് ജനറേഷനാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. പിന്നെ പുതിയ വന്നിട്ടുള്ള ഈ ജനറേഷന് നമുക്ക് ബോഡി വെയിറ്റും സ്ട്രെങ്ത് ഒക്കെ കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് റിയർ സീറ്റ് ഒന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാണ്ട് പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ 2 സീറ്റുകൾക്ക് മാത്രമാണ് ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുള്ളതിൽ. പിന്നെ കപ്പ് ഹോൾഡേഴ്സും കാണാം. ഇവിടെ ബാക്കിൽ AC വെന്റുകൾ ഇല്ല കേട്ടോ. ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ആ സ്ക്രൂ എവിടെയെന്ന്. നമ്മുടെ പുതിയ ജനറേഷൻ തുറക്കുമ്പോൾ അത്യാവശ്യം പ്രീമിയം ഇന്റീരിയർ ആണോ എന്നാണ്. നല്ലൊരു കളർ ഗ്രേഡ് തന്നെ 3 ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് കണ്ട, അത് അടിപൊളിയായിട്ടില്ലേ. സെന്റർ ഭാഗത്ത് സീറ്റ് ആ ഒരു കപ്പ് ഹോൾഡേഴ്സ് കാണാം. റിയർ AC വെന്റുകൾ അത്യാവശ്യം നല്ലോണം ഉയർത്തിയിട്ടാണ് വെച്ചാണ്. ഇവിടെ 2 സ്ക്രൂകൾ കണ്ട, അതേപോലെ നമ്മുടെ ഈ പഴയ വാഹനത്തിലും 2 സ്ക്രൂകൾ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ആ ഒരു ഇന്റീരിയർ പോർഷൻ തന്നെയാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ജനറേഷന്റെ ഇന്റീരിയർ. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു സ്ട്രോങ് ആൻഡ് സ്റ്റിഫ് ഇന്റീരിയർ ആണ്. ഇവിടെ വലിയ ഗ്രെയിൻസോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. CVT ഗിയർ ബോക്സ് അതിന്റെ മുന്നിൽ തന്നെയാണ് ആ ഒരു വയർലെസ് ചാർജിങ് വരുന്നത്. ഓട്ടോമാറ്റിക് AC സംവിധാനങ്ങൾ. ഇതാണ് ഒരു പഴയ സ്റ്റിയറിംഗ്. ഇനി പുതിയ വാഹനത്തിലേക്ക് വരുമ്പോൾ ആ ഒരു
ഒരു സ്റ്റിയറിംഗും ഇന്റീരിയറും നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഹോണ്ട സിറ്റിയുടെ ഒരു സെയിം സ്റ്റിയറിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരു കളർ ഗ്രേഡിങ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല വയർലെസ് ചാർജിങ് സംവിധാനങ്ങളൊക്കെ ഒന്നും കൂടി ഉള്ളിലേക്കായിട്ടാണ് ചെയ്തേക്കണത്. അത് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. പിന്നെ ഇവിടെ ഡാഷ്ബോർഡിലൊക്കെ കുറച്ച് ഗ്രെയിൻസും കുറച്ച് ടെക്സ്റ്റേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ടോട്ടലി ഒന്നും കൂടി ഒരു പ്രീമിയം കൂട്ടിയിട്ടുണ്ട്. ഫിറ്റ് ആൻഡ് ഫിനിഷും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഡോറൊക്കെ അടയ്ക്കുമ്പോൾ നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ്. ഇനി നമുക്ക് രണ്ട് വാഹനത്തിന്റെ ഹൃദയഭാഗങ്ങൾ നോക്കിയാലോ. ഒരു 1.2 ലിറ്റർ ഐവിടെക് എഞ്ചിനാണ് രണ്ട് വാഹനത്തിലും കൊടുത്താണ്. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, പഴയ വാഹനത്തിൽ നിന്ന് പുതിയ വാഹനത്തിലേക്ക് ആയപ്പോൾ 4 സിലിണ്ടർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 89 bhp പവറും 110 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് രണ്ട് വാഹനങ്ങളും സെയിം ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. പുതിയ വാഹനത്തിലേക്ക് വന്നപ്പോൾ എഞ്ചിനൊക്കെ ഒന്നും കൂടി റീട്യൂൺ ചെയ്ത് സൗണ്ട് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എഞ്ചിൻ റൂം നമ്മൾ തുറന്നപ്പോൾ പഴയ ജനറേഷനിലും പുതിയ ജനറേഷനിലും ഈ റേഡിയേറ്ററിന്റെ ഭാഗമാണ് ചെറിയൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ആക്കുന്നത്. പുതിയ വണ്ടിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൂടി വെൽ പാക്കഡ് ആയിട്ട് ഒന്നുകൂടി അറേഞ്ച് ചെയ്തിട്ട് സെറ്റാക്കി പാക്ക് ചെയ്തിട്ടാണ് വന്നേക്കണത്. എങ്ങനെയുണ്ട് രണ്ട് വാഹനത്തിന്റെ ഇന്റീരിയർ? ഇതാണ് പുതിയ വാഹനത്തിന്റെ ആ ഒരു ക്ലസ്റ്റർ. ലെഫ്റ്റ് സൈഡിൽ ഒരു 7 ഇഞ്ചിന്റെ TFT സ്ക്രീൻ വരുന്നുണ്ട്. കണ്ട ഞാൻ കാണിച്ചു തരാം. നല്ല രസമായിട്ടില്ലേ? ലെഫ്റ്റ് സൈഡിൽ RPM മീറ്ററും റൈറ്റ് സൈഡിൽ ആ ഒരു സ്പീഡോമീറ്ററും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് തന്നെയാണ് വന്നതാണ്. സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം പ്രീമിയം ആയിട്ടുണ്ട്. സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡിൽ അഡാസിന്റെ ലെവൽ സംവിധാനങ്ങളുടെ സ്വിച്ചുകളാണ് കൊടുത്താണ്. ഇനി നമുക്ക് പഴയ വാഹനത്തിന്റെ ഇന്റീരിയറും ക്ലസ്റ്ററും നോക്കിയാലോ. ഇവിടെ ക്ലസ്റ്റർ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അനലോഗ് ആണ് വന്നേക്കുന്നത്. സെന്ററിലും ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഡിജിറ്റൽ ആയിട്ട് വന്നുള്ളൂ. സ്റ്റിയറിംഗും കാര്യമായിട്ടുള്ള കൺട്രോൾസ് വന്നിട്ടില്ല. ലെഫ്റ്റ് സൈഡിലും മാത്രം മ്യൂസിക് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഈ വാഹനത്തിന്റെ ഒരു ഡ്രൈവ് റിവ്യൂ കൂടെ ഉടനെ തന്നെ ചെയ്യുന്ന കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞുള്ള ആ ഒരു ബ്ലൂ കളർ വാഹനത്തിന്റെ ഇന്റീരിയർ. എങ്ങനെയുണ്ട്? എല്ലാ വാഹനവും പുതിയത് സെയിം തന്നെയാണ് സെറ്റ് ചെയ്ത് വന്നത്. അങ്ങനെ ഇന്റീരിയറിലൊന്നും കാര്യമായുള്ള മാറ്റങ്ങളില്ല കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.